ഇത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ആത്മവിശ്വാസം ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വി സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതായത് ഈ ബീവൽസ്യൻ തത്വം എന്ന് പറയുന്നില്ലേ, ഒരു നുണ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമായിട്ട് മാറും എന്നൊക്കെയുള്ള ഒരു തിങ്കിങ് ഉണ്ട്. ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ ഒരു ഡസൻ മന്ത്രിമാരൊന്നും പരാജയപ്പെടാൻ വേണ്ടിയിട്ട് യാതൊരുവിധ സാധ്യതകളും ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. സജി ചെറിയാൻ ചെങ്ങന്നൂർ പരാജയപ്പെടുമെന്ന് അവിടെയുള്ള കോൺഗ്രസ്സുകാർ പോലും പറയുന്നില്ലെന്നേ. പിന്നെ എങ്ങനെയാണ് വി സതീശൻ പറയുന്നത് ഒരു ഡസനോളം മന്ത്രിമാർ പരാജയപ്പെടുന്നത്? ആർ ബിന്ദു പരാജയപ്പെടുമെന്നാണ് പറയുന്നത്. എവിടെ? ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ കോൺഗ്രസ്സുകാർ തന്നെ ഉണ്ടെന്നേ. അത് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന് ലഭിച്ച ഭൂരിപക്ഷത്തെക്കാൾ മികച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഇപ്രാവശ്യം കെ രാജൻ തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു കയറും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റിയാണത്. നമസ്കാരം. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ കടുപ്പമേറിയതായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാം. പല മണ്ഡലങ്ങളിലും വളരെ ടൈറ്റ് ആയിട്ടുള്ള മത്സരമാണ് നടന്നത്. ഇതിൻ്റെ എല്ലാം പിൻപറ്റിയിട്ട് പ്രതിപക്ഷ നേതാവ് വി സതീശനും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളെല്ലാം തുടർച്ചയായിട്ട് പറയുന്നൊരു കാര്യമാണ്, അര ഡസനോളം മന്ത്രിമാർ ഇത്തവണ പരാജയപ്പെടുന്നു. അര ഡസൻ എന്ന് പറഞ്ഞ 6 മന്ത്രിമാർ ഇത്തവണ പരാജയപ്പെടുന്നു എന്നുള്ളത്. ഒരു ഡസനോളം മന്ത്രിമാർ പരാജയപ്പെടും എന്നുള്ളതാണ് വി സതീശന്റെ അവകാശം. ഒരുപക്ഷെ അതിൻ്റെ അകത്ത് 1-2 അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാം എന്നാണ് പറഞ്ഞത്. ഈ CPM-ന്റെ മണ്ഡലതല ബൂത്ത് തല അവലോകന യോഗം കഴിഞ്ഞപ്പോൾ 1-2 മന്ത്രിമാർക്ക് തിരിച്ചടി നേരിടാം എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ടെങ്കിലും ഇത്രയും മന്ത്രിമാർക്ക് തിരിച്ചടി ഉണ്ടെന്ന് CPM സമ്മതിക്കുന്നില്ല. അപ്പം ഈ ഒരു ഡസനോളം മന്ത്രിമാർ പരാജയപ്പെടാൻ മാത്രം ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലവിലുണ്ടോ? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ആത്മവിശ്വാസം ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വി സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതായത് ഈ ബീവൽസ്യൻ തത്വം എന്ന് പറയുന്നില്ലേ, ഒരു നുണ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമായിട്ട് മാറും എന്നൊക്കെയുള്ള ഒരു തിങ്കിങ് ഉണ്ട്. ആ രീതിയിലുള്ള ഒരു ചിന്തയാണ് വി സതീശൻ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് വാസ്തവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ചില കാര്യങ്ങൾ ഇങ്ങനെ പുലമ്പിക്കൊണ്ട് നടക്കുന്നു. കാരണം എക്സിറ്റ് പോൾ വന്നു, ആ എക്സിറ്റ് പോളിനെ കുറിച്ച് ഇദ്ദേഹം പറയുന്നത് എന്താണ്, ഇത് പെയ്ഡ് എക്സിറ്റ് പോളുകളാണ്. എല്ലാ എക്സിറ്റ് പോളുകളിലും UDF മുൻതൂക്കം പ്രവചിച്ചിരിക്കുന്നത്. കാരണം ഇദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, UDF 100 മുതൽ 140 വരെ സീറ്റുകൾ എന്നെല്ലാ എക്സിറ്റ് പോളുകളും പ്രഡിക്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പറഞ്ഞാൽ ഇത് കറക്റ്റാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ ഒരു ഡസൻ മന്ത്രിമാരൊന്നും പരാജയപ്പെടാൻ വേണ്ടിയിട്ട് യാതൊരുവിധ സാധ്യതകളും ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം ധർമ്മടത്ത് ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ പരാജയപ്പെട്ടേക്കാം എന്ന് PV Anwar പറയുമ്പോൾ ഇതൊക്കെ വെറൊരു വെടുവായത്തരം എന്നതിനപ്പുറത്തേക്ക് ഇതിനെ ഒരു ലോജിക്കുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരിക്കലും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അല്ല, അങ്ങനെ ഒരു കണക്ക് UDF പോലും പറഞ്ഞിട്ടില്ല. അൻവറിന്റെ സ്വന്തം കണക്ക് ആയിക്കണം. പക്ഷേ ഈ അൻവർ UDF ഭാഗമല്ലേ? അൻവറിന്റെ അഭിപ്രായം അല്ലെങ്കിൽ UDF അല്ലെങ്കിൽ അൻവറിനോട് പറയണ്ടേ, താങ്കൾ മിണ്ടാതിരിക്കണം, UDF ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിൽ താങ്കൾ അഭിപ്രായം പറയരുതെന്ന് പറയണ്ടേ? അപ്പോൾ UDF ബന്ധപ്പെട്ട് ഇദ്ദേഹം നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം പറയുന്ന അഭിപ്രായം അത് UDF അഭിപ്രായമായിട്ട് മാത്രമേ നമുക്ക് ഗൗനിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. കാരണം ഇദ്ദേഹത്തിന് പാർട്ടിയൊന്നും ഇല്ലല്ലോ, ഇദ്ദേഹം UDF പിന്തുണയോടുകൂടി മത്സരിക്കുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തന്നെ എടുക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ പ്രാവശ്യം നേടിയ വോട്ടിൻ്റെ സമാനമായ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ അദ്ദേഹം ഇപ്രാവശ്യവും ധർമ്മടത്ത് നിന്ന് വിജയിക്കും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. പിന്നെ ഇതിനകത്ത് നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് എല്ലാ മന്ത്രിമാരും ഇപ്രാവശ്യം മത്സരിക്കുന്നുണ്ടോ? കെ കൃഷ്ണൻകുട്ടി ഇപ്രാവശ്യം മത്സരിക്കുന്നില്ല, അദ്ദേഹം മാറി നിൽക്കുകയാണ്. അപ്പോൾ തന്നെ 20 മന്ത്രിമാരിലേക്ക് എത്തി. അപ്പോൾ ഈ 20 മന്ത്രിമാരെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഒരു കാര്യം പറയട്ടെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈസി വാക്കോവറായിട്ട് കയറി പോരുന്ന ഒരു വ്യക്തിയാണ്. ഒരു തരത്തിലും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. ഏത് എക്സിറ്റ് പോളുകൾ, മനോരമയുടെ എക്സിറ്റ് പോളോ അല്ലെങ്കിൽ മറുനാടൻ്റെ എക്സിറ്റ് പോളോ അല്ലെങ്കിൽ മറ്റേത് എക്സിറ്റ് പോൾ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ പറയുന്നു, ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് വളരെ നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി അവിടെ വിജയിച്ച് കയറും. ഒരു സംശയവും വേണ്ട അതിനകത്ത്. കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം PV Anwar വന്നിട്ട് പറയും ഞാൻ തല മുട്ടയടിക്കും, അതായത് മുഹമ്മദ് റിയാസ് വിജയിച്ചാൽ. നെക്സ്റ്റ് ഡേ എന്താണ് പറയുന്നത്, അതായത് മുഹമ്മദ് റിയാസ് പരാജയപ്പെട്ടാൽ മുഹമ്മദ് റിയാസിനോട് മുട്ടയടിക്കാൻ വേണ്ടിയിട്ടാണ് PV Anwar പറഞ്ഞത് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് ലോജിക്കാണുള്ളത്? ഇപ്പൊ വീണ്ടും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വെറുതെ ഒരു തമാശ എന്നല്ലാണ്ട് ഇത് വേറെ ഒന്നും പറയില്ല. അപ്പം വിജയിക്കുന്ന 2ാമത്തെ മന്ത്രി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റിയാസ് ആണ്. ആ മുഹമ്മദ് റിയാസ് വൻ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ അവിടെ വിജയിക്കും എന്ന കാര്യത്തിലൊന്നും ഒരു സംശയം ആർക്കും വേണ്ട. പിന്നെയുള്ളത് സജി ചെറിയാനാണ്. സജി ചെറിയാൻ ചെങ്ങന്നൂർ പരാജയപ്പെടുമെന്ന് അവിടെയുള്ള കോൺഗ്രസ്സുകാർ പോലും പറയുന്നില്ലെന്നേ. പിന്നെ എങ്ങനെയാണ് വി സതീശൻ പറയുന്നത് ഒരു ഡസനോളം മന്ത്രിമാർ പരാജയപ്പെടുന്നത്? ചെങ്ങന്നൂർ വളരെ നല്ല മാർജിനോടുകൂടി കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ വളരെ മാന്യമായ ഭൂരിപക്ഷത്തോടുകൂടി സജി ചെറിയാൻ വിജയിക്കും. പിന്നെ അടുത്തത് നേമമാണ്. നേമത്ത് വി ശിവൻകുട്ടി
വളരെ വലിയൊരു മാർജിനൊന്നും വിജയിക്കത്തില്ല. പക്ഷെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും, അവിടെ നേമത്ത് രാജീവ് ചന്ദ്രശേഖറൊന്നും ഒരു അക്കൗണ്ടും തുറക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അതോടൊപ്പം തന്നെ ശബരിനാഥനെ സംബന്ധിച്ച് ശബരിനാഥൻ 3-ാം സ്ഥാനത്ത് തന്നെ നിൽക്കത്തുള്ളൂ. കാരണം 1-ാം സ്ഥാനത്തേക്കോ 2-ാം സ്ഥാനത്തേക്കോ എത്താനുള്ള യാതൊരുവിധ രാഷ്ട്രീയ സാഹചര്യങ്ങളും നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് നേമത്തില്ല എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ വി ശിവൻകുട്ടി അവിടെ സേഫ് ആയിട്ട് തന്നെ പ്ലേസ് ചെയ്യപ്പെടും. നമുക്ക് തറപ്പിച്ച് പറയാം, വി ശിവൻകുട്ടി നേമത്ത് വിജയിച്ചിരിക്കും. പിന്നീട് നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പറയുന്നതാണ് KN ബാലഗോപാലിനെ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി പരാജയപ്പെടുത്തുമെന്ന്. ഇതൊക്കെ ആരുടെ അടുക്കലാണ് പറയുന്നത്? ഒരു പ്രാവശ്യമെങ്കിലും ആ നിയോജക മണ്ഡലത്തിൽ പോവുകയോ ആ നിയോജക മണ്ഡലത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകരുമായിട്ടോ LDF പ്രവർത്തകരുമൊക്കെ ആയിട്ടോ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയും ഇതുപോലത്തെ ഒരു പൊള്ളത്തരം വിളിച്ച് പറയത്തില്ല. KN ബാലഗോപാൽ കഴിഞ്ഞ പ്രാവശ്യം ഭൂരിപക്ഷം അദ്ദേഹത്തിന് കുറവായിരുന്നു. കാരണം രശ്മി എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. വളരെ വലിയ രീതിയിലുള്ള ഒരു മത്സരം അവിടെ കൊടുത്തിരുന്നു KN ബാലഗോപാലിന്. ഈ പ്രാവശ്യം ഈ പറഞ്ഞ രശ്മി എന്ന് പറയുന്ന ആള് BJP സ്ഥാനാർത്ഥിയായിട്ടാണ് കൊട്ടാരക്കരയിൽ മത്സരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് കുറച്ച് വോട്ടുകൾ രശ്മി പിടിച്ചുകൊണ്ട് പോവുകയല്ലാതെ ഈ പറഞ്ഞ ഐഷ പോറ്റി കൊണ്ടിരുന്ന വോട്ട് അത് കോൺഗ്രസുമായിട്ട് കൃത്യമായിട്ട് ബാലൻസ് ചെയ്തു പോകും. അങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ആർക്കാണ് വിജയം ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് KN ബാലഗോപാലിന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ വോട്ട് പെട്ടി തുറക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജ്യോതികുമാർ ചാമക്കാല പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിനെ അട്ടിമറിക്കുമെന്നാണ്. ഇതൊക്കെ ഈ രാഷ്ട്രീയം തീരെ അറിയാൻ പാടില്ലാത്ത ആളുകളുടെ അടുത്ത് പോലും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. കാരണം പത്തനാപുരത്തുള്ള ആളുകളോട് സംസാരിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ധാരണ കിട്ടും. അത് അവിടെ പോവുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രചരിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് അല്ലെങ്കിൽ അതിനിടയിൽ വരുന്ന കുറച്ച് കമൻറ്റുകൾ നോക്കിയിട്ട് KB ഗണേഷ് കുമാർ പത്തനാപുരത്ത് തോറ്റുപോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും ഒരടിസ്ഥാനവുമില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും ഭൂരിപക്ഷം ഉണ്ടാവത്തില്ല. ആ ഭൂരിപക്ഷത്തിൽ കുറവ് വരും എന്ന കാര്യത്തിലൊന്നും നമുക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല. കാരണം ഭൂരിപക്ഷം തീർച്ചയായിട്ടും കുറയും, അതിനകത്ത് ഒരു വസ്തുതയുണ്ട്. പിന്നെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ബിന്ദുവിൻ്റെ കാര്യമാണ് പറയുന്നത്. ബിന്ദു പരാജയപ്പെടുമെന്നാണ് പറയുന്നത്. എവിടെ? ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ കോൺഗ്രസ്സുകാർ തന്നെ ഉണ്ടെന്നേ. കാരണം ഈ പ്രാവശ്യം ഇരിങ്ങാലക്കുടയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്ന ഒരുപാട് കോൺഗ്രസ്സുകാർക്ക് അവസരം നിഷേധിച്ചുകൊണ്ടാണ് ഒരു യൂണിറ്റ് കമ്മിറ്റി പോലും ഇല്ലാത്ത കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഉണ്ണിയാടൻ അവിടെ മത്സരിക്കുന്നത്. ഇപ്പൊ ഈ ഉണ്ണിയാടൻ അവിടെ പരാജയപ്പെടുത്തേണ്ടത് ആരുടെ ആവശ്യമാണ്? അവിടെയുള്ള കോൺഗ്രസ്സുകാരുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ബിന്ദു നിസ്സംശയം അവിടെ നിന്ന് വിജയിച്ച് കയറും എന്ന കാര്യത്തിലൊന്നും ആർക്കും ഒരു തർക്കവും വേണ്ട. പിന്നെ വെറുതെ പറയാം, 4-ാം തീയതി 11 മണി വരെ പറഞ്ഞുകൊണ്ടിരിക്കാം ബിന്ദു അവിടെ പരാജയപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷെ അന്തിമ ഫലം എന്ന് പറയുന്നത് ബിന്ദു കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ അതിനേക്കാൾ കുറച്ചുകൂടി നില മെച്ചപ്പെട്ടു ഒരു ഭൂരിപക്ഷവുമായിട്ട് നിയമസഭയിലെത്തും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാരണം കൃത്യമായിട്ട് അവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ് നമ്മളിത് സംസാരിക്കുന്നത്. പിന്നെ പറയുന്നത് VN വാസവനെ നാട്ടകം സുരേഷ് പരാജയപ്പെടുത്തുമെന്നാണ്. ഇതൊക്കെ ഒരു സാങ്കല്പികം മാത്രമാണ്. ഏറ്റുമാനൂര് VN വാസവനെ പരാജയപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല ഈ പറഞ്ഞ നാട്ടകം സുരേഷ് എന്ന് പറയുന്നത്. ഈ നാട്ടകം സുരേഷിന് അനുകൂലമായിട്ട് വരുന്ന എല്ലാ ഘടകങ്ങളും അതിൻ്റെ 2 ഇരട്ടിയായിട്ട് ഉള്ള വ്യക്തിയാണ് VN വാസവൻ. ജനകീയനാണ്. അതിൽ ഉപരി എന്താണ് എന്ന് ചോദിച്ചാൽ SNDP ഒക്കെ വളരെ ശക്തമായ പിന്തുണ VN വാസവനുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ജനങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം, അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ MLA ഓഫീസിൻ്റെ പ്രവർത്തനം, മന്ത്രിയാണ് അദ്ദേഹം, പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ MLA ഓഫീസിൻ്റെ പ്രവർത്തനം, ഇതൊക്കെ ഇത്രയും നല്ല രീതിയിൽ നടക്കുന്ന സമയത്ത് VN വാസവനെ പോലെ ഉള്ള ഒരു ആളെ ഏറ്റുമാനൂർ പരാജയപ്പെടും എന്നാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരും വിശ്വസിക്കാനാണ്? മാനന്തവാടിയിൽ OR കേളു, മാനന്തവാടിയിൽ ആത്മവിശ്വാസം നല്ലതാണെന്നേ, പക്ഷെ OR കേളു ഒരു കാരണവശാലും മാനന്തവാടിയിൽ പരാജയപ്പെടില്ല. അത് ഫാക്റ്റാണ്, എഴുതി വെച്ചോളൂ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അടുത്തത് നമുക്കിപ്പോൾ CPIയുടെ കുറച്ച് മന്ത്രിമാരെ എടുത്ത് പരിശോധിച്ച് നോക്കാം. ഈ CPIയുടെ മന്ത്രിമാരിൽ ചിഞ്ചു റാണി ആയിക്കൊള്ളട്ടെ, K രാജൻ, അതായത് LDF വെട്ടിപ്പൊട്ടിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം വിജയിച്ച് കയറുന്ന സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് K രാജൻ ഒല്ലൂരിൽ നിന്ന്. അത് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന് ലഭിച്ച ഭൂരിപക്ഷത്തെക്കാൾ മികച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഇപ്രാവശ്യം K രാജൻ തൃശ്ശൂരിൽ നിന്ന് വിജയിച്ച് കയറും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റിയാണത്. അതോടൊപ്പം തന്നെ P പ്രസാദ് ചേർത്തലയിൽ നിന്ന്, GS അനിൽ നെടുമ്പങ്ങാട് നിന്ന്. ഈ 4 CPI മന്ത്രിമാരിൽ ഒരാൾ പോലും പരാജയപ്പെടില്ല. ഈ 4 പേരും വീണ്ടും വിജയിച്ച് കയറും. കാരണം അത്രയ്ക്കും ശക്തമായിട്ട് ആ മണ്ഡലങ്ങളിൽ അവർക്ക് LDF സംവിധാനങ്ങൾ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഇവരൊക്കെ എവിടെ നിന്ന് എങ്ങനെ പരാജയപ്പെടും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരേണ്ടത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VD സതീശൻ തന്നെയാണ്. പിന്നെ ഇടുക്കിയിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ റോഷി അഗസ്റ്റിൻ പരാജയപ്പെടുമെന്നാണ് പറയുന്നത്.
ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അവിടെ 2 ഫാക്റ്റുകളുണ്ട്. ഒന്ന്, റോഷി അഗസ്റ്റ് ഒരു കത്തോലിക്കനാണ്, റോയ് കെ പൗലോസ് ഒരു ജാക്കോബൈറ്റ് ആണ്. കത്തോലിക്കർക്ക് കൂടുതൽ മേൽക്കൈയുള്ള ഒരു സ്ഥലമാണ് ഏത്, ഈ പറഞ്ഞ ഇടുക്കി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ കൈവശത്ത് നിന്ന് കോൺഗ്രസ് ഈ സീറ്റ് ഏറ്റെടുക്കുന്നത് ജോയി വെട്ടിക്കുഴിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ്. ജോയി വെട്ടിക്കുഴി നേരത്തെ കേരള കോൺഗ്രസ് എമ്മുകാരനായിരുന്നു. 2001 അദ്ദേഹത്തിന് വാണി സാർ അവിടെ സീറ്റ് നൽകാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അദ്ദേഹം പോയി കോൺഗ്രസിൽ ചേർന്നത്. ഈ ജോയി വെട്ടിക്കുഴിയെ സംബന്ധിച്ച് അദ്ദേഹം UDFന്റെ ജില്ലാ കൺവീനറാണ്. അപ്പോൾ അദ്ദേഹത്തിന് മത്സരിക്കാൻ ഒരു സീറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ കൈവശം നിന്ന് ഈ ഇടുക്കി സീറ്റ് ഏറ്റെടുക്കുന്നത്. ഈ ഇടുക്കി സീറ്റ് ഇങ്ങനെ ഏറ്റെടുത്തതിന് ശേഷമാണ് പിന്നീട് അത് റോയ് കെ പൗലോസിന് ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഭാഗമായിട്ട് കൊണ്ടേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ചില കോൺഗ്രസ്സുകാരെതിരാണ്, ഈ ജോയി വെട്ടിക്കുഴി അനുകൂലിക്കുന്ന കോൺഗ്രസ്സുകാരെതിരാണ്. അതോടൊപ്പം തന്നെ തങ്ങളുടെ കൈവശത്ത് നിന്ന് ഈ സീറ്റ് തിരിച്ചു പിടിച്ചെടുത്തതിൽ അവിടെയുള്ള ജോസഫ് ഗ്രൂപ്പുകാർ എതിരാണ്. അതിലൊക്കെ ഉപരിയായിട്ട് ഉഭയകക്ഷി ചർച്ചകൾക്ക് പോലും തങ്ങളെ അവഗണിച്ചതിലുള്ള അവരുടെ ഒരു പ്രതിഷേധം, ഏകപക്ഷീയമായിട്ട് ഇടുക്കി സീറ്റ് ഏറ്റെടുത്തതിലുള്ള അവരുടെ ഒരു പ്രതിഷേധം, അതൊക്കെ അവിടെ നിഴലിക്കും. അതുകൂടാതെ കഴിഞ്ഞ 25 വർഷമായിട്ട് ശ്രീ റോഷി അഗസ്റ്റിന് ആ മണ്ഡലത്തിനകത്ത് ആളുകളുമായിട്ടുള്ള ബന്ധം, ഓരോ കൊച്ചുകുട്ടിയുടെയും പേരെടുത്ത് വരെ വിളിച്ച് സംസാരിക്കാൻ ശേഷിക്കുന്ന വ്യക്തിയാണ് റോഷി അഗസ്റ്റിൻ. അങ്ങനെ വരുമ്പോഴത്തേക്ക് എങ്ങനെ റോഷി അഗസ്റ്റിൻ പരാജയപ്പെടുമെന്നാണ് പറയുന്നത്? ഒരു കൈപ്പത്തി ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിനകത്തേക്ക് പോയിട്ട് എല്ലാവരും കുത്തി വെച്ച് കൊടുക്കുന്നതാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഇല്ല. റോയ് കെ പൗലോസിനെ പോലുള്ള ഒരാൾ വിജയിച്ചു വരാൻ വേണ്ടിയിട്ട് ഇടുക്കിയിലുള്ള കോൺഗ്രസ്സുകാർ പോലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെയുള്ള അടുത്തൊരു മന്ത്രിയാണ് AK ശശീന്ദ്രൻ, അതായത് എലത്തൂരിൽ നിന്ന് മത്സരിക്കുന്നത്. എലത്തൂരിൽ AK ശശീന്ദ്രന്റെ ബദലായിട്ട് PK ശശീന്ദ്രൻ ക്ലോക്ക് ചിഹ്നത്തിലൊക്കെ മത്സരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെയും LDFന്റെ ഏറ്റവും കുത്തകയായിട്ടുള്ള ഒരു മണ്ഡലമാണ് ഏലത്തൂർ എന്ന് പറയുന്നത്. ആ ഏലത്തൂരെന്നും ഒരട്ടിമറിയും നടക്കാൻ പോകുന്നില്ല. അദ്ദേഹം അവിടുന്ന് വിജയിച്ച് കയറുക തന്നെ ചെയ്യും. അതിനകത്ത് യാതൊരുവിധ സംശയത്തിൻ്റെയും ആവശ്യമില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നമ്മളീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 മന്ത്രിമാർക്ക് യാതൊരു തരത്തിലുള്ള ഒരു പ്രതിസന്ധിയും അല്ലെങ്കിൽ ഒരു സംശയത്തിന്റെ പോലും ആവശ്യമില്ല. അവർ ഈ 15 മന്ത്രിമാരും വിജയിച്ചു കയറും. പിന്നെയുള്ള 5 മന്ത്രിമാരാണുള്ളത്. 5 മന്ത്രിമാരിൽ 6 മന്ത്രിമാരിൽ ഒരാൾ കെ കൃഷ്ണൻകുട്ടി മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. P രാജീവ് വിജയസാധ്യതയുണ്ട്, പക്ഷെ അതൊരു ഹോട്ട് സീറ്റായിട്ട് അല്ലെങ്കിൽ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലമായിട്ട് നമുക്ക് മാറ്റിവെക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ കടന്നപ്പള്ളി രാജമഹേന്ദ്രൻ മത്സരിക്കുന്ന കണ്ണൂർ, അവിടെ ഒരുപക്ഷെ ടൈറ്റ് മത്സരത്തിലേക്ക് പോകുന്നുണ്ട്. തിരൂർ അബ്ദുറഹ്മാൻ സാധ്യത കുറവാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതാണ് ആദ്യം പറഞ്ഞ തിരിച്ചടി ആ തിരൂര് എന്ന് പറയുന്ന സ്ഥലത്ത്, കാരണം തിരൂർ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ കുത്തകയായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് അബ്ദുറഹ്മാൻ ഏത് രീതിയിൽ പെർഫോം ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ സാധ്യത കുറവാണ് നമ്മൾ പറയേണ്ടി വരും. കാരണം അബ്ദുറഹ്മാന് സാധ്യത കുറവാണ്. എന്നാൽ ആറന്മുളയിൽ കനത്ത മത്സരമാണ് നടക്കുന്നത്. ആറന്മുളയിൽ കനത്ത മത്സരമാണ് വീണ ജോർജ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആറന്മുളയിൽ അവർ തോക്കുമെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? ഒരു കാരണവശാലും ഇല്ല. MP രാജേഷിന്റെ തൃത്താല, MP രാജേഷ് തൃത്താലയിൽ കനത്ത മത്സരമാണ്. അതായത് വീണ ജോർജും അതോടൊപ്പം തന്നെ P രാജീവ് കളമശ്ശേരിയിലും MP രാജേഷ് തൃത്താല, ഈ 3 സ്ഥലങ്ങളിലും കനത്ത മത്സരമാണ് നടക്കുന്നത്. എനിക്ക് തോന്നുന്നു തൃത്താലയിലൊക്കെ അദ്ദേഹത്തിന് വിജയിച്ച് കയറി പോരാനായിട്ട് സാധിക്കും. കാരണം 2 ഫാക്റ്റ് ഉണ്ട് അവിടെ. കാരണം ഷാഫി പറമ്പിലും VT ബൽറാമും തമ്മിലുള്ള ഒരു വൈര്യമുണ്ട്. ആ വൈര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഷാഫി പറമ്പിലിൻ്റെ ഒരു സ്വഭാവം എല്ലാവർക്കും അറിയാമല്ലോ. കാരണം അടിയിൽ നിന്നൊരു വലി വലിക്കുകയും ചെയ്യും, ഉറപ്പായിട്ടും VT ബൽറാം അവിടെ വീഴുകയും ചെയ്യും. MP രാജേഷ് തൃത്താലയിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തുകയും ചെയ്യും. സമാനമായ സാഹചര്യം തന്നെയാണ് എവിടെയുള്ളതെന്ന് വെച്ചാൽ കളമശ്ശേരിയിലുള്ളത്. കളമശ്ശേരിയിലും P രാജീവ് സുരക്ഷിതരാണോ എന്ന് ചോദിച്ചാൽ കർശനമായിട്ടുള്ള മത്സരം നടക്കുന്നുണ്ട്. UDFന്റെ മണ്ഡലമാണ് കളമശ്ശേരി എന്ന് പറയുന്നത്. ആ കളമശ്ശേരിയിൽ കഴിഞ്ഞ 5 വർഷത്തെ P രാജീവിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തപ്പെടും. ജനങ്ങളുമായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ബന്ധങ്ങളുണ്ട്, അത് പരിശോധിക്കപ്പെടും. ഇതെല്ലാം വെച്ചിട്ട് നമുക്കൊരു കൃത്യമായിട്ട് ഒരു UDF മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചു കയറുന്നത്. അത് 10-25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുള്ള ഒരു UDF മണ്ഡലത്തിൽ നിന്നാണ് ഒരു LDF സ്ഥാനാർത്ഥി എത്തി കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചത്. അപ്പോൾ ഈ പ്രാവശ്യം അത് ഏത് ദിശയിലേക്ക് എങ്ങനെ പോകുമെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സീറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ വിജയം ഉറപ്പ് പറയുന്നില്ല. പിന്നെയുള്ളത് ആറന്മുളയാണ്. ആറന്മുളയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാന റൗണ്ടിലെ സ്ത്രീ വോട്ടർമാർ തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് അവിടെ ത്രികോണ മത്സരം കൂടിയാണ് നടക്കുന്നത്. കുമ്മന രാജശേഖരൻ, അബീൻ വർക്കി, വീണ ജോർജ്. അപ്പോൾ അവസാന റൗണ്ടുകൾ വരുന്ന സമയത്ത് ഈ സ്ത്രീ വോട്ടർമാർ
വീണ ജോർജിനെ വിജയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. BJP വോട്ടുകൾ അവിടെ MT രമേശ് മത്സരിച്ചതിനകത്ത് അത്യാവശ്യം വോട്ട് കിട്ടിയിട്ടുണ്ട് BJPക്ക്. ആ ഒരു സാഹചര്യം ഇപ്പൊ കുമ്മനത്തിനുണ്ട് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കുമ്മനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു താത്വിക ആചാര്യം കൂടിയാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ത്രികോണ മത്സരം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ സതീശൻ പറഞ്ഞ 1 ഡസനോളം മന്ത്രിമാർ എവിടെ എങ്ങനെ തോക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. 4-ാം തീയതി സംഭവിക്കാൻ പോകുന്നതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റിസൾട്ട് വന്നതിന് ശേഷമുള്ള VD സതീശൻ്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമുക്കാർക്കും ഊഹിക്കാൻ സാധിക്കുന്നതിനൊക്കെ അപ്പുറത്തായിരിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കാനായിട്ട്. ഏതൊക്കെയാലും ഈ പറഞ്ഞ മന്ത്രിമാർക്ക് വിജയം ഉറപ്പാണ്. ഒരു 5 മന്ത്രിമാരുടെ കാര്യത്തിൽ ടൈറ്റ് മത്സരം നടക്കുന്നുണ്ട്. ഒരുപക്ഷെ വിജയം അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. പക്ഷേ ഈ 15 മന്ത്രിമാരുടെ കാര്യത്തിൽ നമുക്ക് 100% OR കേളുവിൻ്റെയും R ബിന്ദുവിൻ്റെയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്ക് 100% നേമത്ത് V ശിവൻകുട്ടിയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്ക് 100% ഉറപ്പ് പറയാൻ വേണ്ടി സാധിക്കും. വിജയിച്ച് കയറുക തന്നെ ചെയ്യും.